പലരുടെയും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളോട് നിങ്ങൾക്ക് ക്രഷ് ഉണ്ടാവും. നിങ്ങളത് ഓപ്പണായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു. അവരത് ആക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല, എന്നാൽ റിജക്റ്റ് ചെയ്തിട്ടുമില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ, ഇതുവരെ ഉണ്ടായിരുന്ന കണക്ഷൻ അതേപോലെ തന്നെ തുടർന്ന് പോവുകയും ചെയ്യും. അതായത് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, പരസ്പരം കാണുന്നുണ്ട്, പരസ്പരം കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ അതിനൊരു റിലേഷൻഷിപ്പ് ആക്കാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷെ നോ പറഞ്ഞിട്ടുമില്ല. അത് ആക്ച്വലി നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും, ഒരു ഫോൾസ് ഹോപ്പ് അവിടെ ഉണ്ടാവും. അപ്പം എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അത് പ്രധാനമായിട്ടും 4 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റിനോടൊരു പേടിയായി. മറ്റൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോ പറഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും ഉറപ്പിച്ച് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആളുടെ ഫീലിങ്സ് ഹേർട്ട് ആവുമോ. അങ്ങനെ ഒരാളുടെ ഫീലിങ്സ് ഹേർട്ട് ആവുന്നത് ഗിൽറ്റായിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. അത് ഉള്ളിൽ ഒരു കുറ്റബോധം പോലെ അവർക്ക് തോന്നും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരാൾക്ക് മറ്റൊരാളോട് ഒരു ഫീലിങ്സ് ഉണ്ടാവുമ്പോൾ കൊടുക്കുന്ന ഒരു കെയറും ആ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുകയാണ്. അത് ആക്ച്വലി അങ്ങനെയുള്ള ആ ഒരു അറ്റൻഷൻ അവർക്ക് ലൂസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർ നോ പറയില്ല. മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ കമ്മിറ്റ്മെൻറ്റിനോടുള്ള പേടി. അവർ ഇൻസെക്യൂർ ആയിരിക്കും റിലേഷൻഷിപ്പിനകത്ത്. ഒരാളെയും അങ്ങനെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ അവർക്ക് പേടിയായിരിക്കും. പിന്നെ അടുത്തൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുറച്ച് ക്രൂവലായിട്ടുള്ളൊരു കാരണമാണ്. അതായത് അവർക്ക് താല്പര്യമുള്ള മറ്റൊരു വ്യക്തി ഉണ്ടാവും. അപ്പോൾ അവർ അഥവാ ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ബാക്കപ്പായിട്ട് അവിടെ വെക്കുന്ന രീതി. ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം നിങ്ങളാണ് ഈ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ക്രഷ് ഉള്ള വ്യക്തിയെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും മറ്റേ ആൾ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ എൻഡ് ചെയ്യും. അത് എൻഡ് ചെയ്യുമ്പോൾ ഹീൽ ചെയ്യാൻ എടുക്കുന്ന സമയം കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഈ ഫോൾസ് ഹോപ്പിൽ കുറേ കാലം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ഹീലിംഗ്, ആ ഒരു പ്രോസസ്സ് ഡിലേ ആവും. അതുപോലെ തന്നെ നമുക്ക് ലൈഫിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു പ്രതീക്ഷ ഇവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇയാൾ തെളിച്ചൊന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രതീക്ഷയുടെ ഒരു ചെറിയൊരു അംശം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ലൈഫിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെ സ്റ്റക്കാവും. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അവരടുത്ത് നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിപ്പോൾ കുറേ കാലം നമ്മൾ ഒരാളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ അടുത്താണ് ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആവും. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് വേറൊരു റിലേഷൻഷിപ്പോ അങ്ങനെയല്ലേ അവരുടെ ലൈഫിൽ വേറൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി കഴിയുമ്പോൾ അവർ നമ്മളുടെ ലൈഫിൽ നിന്ന് പോകും. അപ്പോൾ നമുക്കത് ഭയങ്കര ഹേർട്ടായിട്ട് വരും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ. ആ ഒരു സെൽഫ് റെസ്പെക്റ്റിന് ഓരോ ദിവസം കഴിയും തോറും ഡാമേജ് പറ്റിക്കൊണ്ടേയിരിക്കും. ഇത് തെറ്റാരുടെയാണെന്ന് ചോദിച്ചാൽ, ഇത് രണ്ടുപേർക്കും അതിനകത്ത് റോളുണ്ട്. രണ്ടുപേരുടെയും മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തൊരു ബന്ധമാണെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, അത് കൃത്യമായിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞിരിക്കണം. റൊമാൻറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഒന്നും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇപ്പം അതായത് ഫ്ലേർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇമോഷണലി അവർ നമ്മളടുത്ത് ഡിപ്പെൻഡൻ്റ് ആവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ബൗണ്ടറി വെക്കണം. കാരണം ഒരു പരിധിയിൽ കൂടുതൽ അവർ നമ്മളടുത്ത് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആവാൻ നമ്മൾ സമ്മതിക്കരുത്. കാരണം അത് നമ്മൾ അവരോട് ചെയ്യുന്ന എന്താ പറയുക സഹായമോ അല്ലെങ്കിൽ അവരുടെ കൈൻഡ് ആവുന്നതൊന്നുമല്ല. അത് അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹം. അവർക്ക് നമ്മളടുത്ത് ക്രഷ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇനി അഥവാ അവർക്ക് മനസ്സിലായി ഇത് ഇനി എന്തായാലും വർക്കൗട്ട് ആവില്ല എന്ന് തോന്നുമ്പോൾ അവർ ലൈഫിൽ വേറെ ആരുടെ അടുത്തെങ്കിലും, ഇനി ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് തുടരുക, അവർക്ക് വേറെ അടുത്തും ക്രഷ് ഒന്നും ഇല്ല, പക്ഷെ അവർ ആരുടെ അടുത്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും, എന്തെങ്കിലും ആകുമ്പോൾ പോസസീവ്നെസ് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക്. അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ദ്രോഹവും അവരുടെ അടുത്ത് ഒരിക്കലും ചെയ്യരുത്. ഇനി നിങ്ങളാണ് ക്രഷുള്ള ആളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം. പിന്നെ ഊഹാപോഹങ്ങളൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. ഇപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെ റിജക്റ്റ് ചെയ്തില്ല, അങ്ങനെ കൃത്യമായിട്ട് റിജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ബിഹേവിയർ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എന്തോ ഒരു മാറ്റം ഇപ്പം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ എസ്യൂം ചെയ്യും. അങ്ങനെ ഒരു എസംഷൻ്റെ പുറകെ ഒരിക്കലും പോകരുത്. കാരണം ഇത് റിയാലിറ്റിയിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. നമ്മളൊരിക്കലും എന്താ പറയുക, നമ്മുടെ ഭാവനയിൽ ഉള്ള കാര്യങ്ങളൊന്നും അല്ല റിയാലിറ്റിയും ഭാവനയും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ.
അപ്പം അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അവരെന്താണോ ചെയ്യുന്നത് അതിന് പിന്നിലുള്ള റീസൺ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അല്ലാതെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഊഹാപോഹങ്ങൾ അനുസരിച്ചിട്ട് ഒരു സ്റ്റോറീസ് ഉണ്ടാക്കി അതിനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് മുറിവേൽക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. നമ്മൾ നമ്മുടെ ഇമോഷണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം. കാരണം അവർ ഒരിക്കലും നമ്മളെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഇമോഷണലി അവരുടെ അടുത്ത് ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ടോ എന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ സ്വയം അവിടെ ബൗണ്ടറി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇതിൽ ഒരാൾ ഇങ്ങനെ സീക്രട്ട് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ ആൾ കമ്മിറ്റ് ആവുന്നുള്ളത്. മറ്റേ ആളാണെങ്കിൽ കമ്മിറ്റ് ചെയ്യാതെ ഇങ്ങനെ പോവുകയാണ്. എന്തായാലും ഒരവസരത്തിൽ ആരെങ്കിലും ഹേർട്ടാവും. ഒരുപക്ഷെ ഒരാളായിരിക്കും ഹേർട്ടാവുന്നത്, ചിലപ്പോൾ രണ്ടുപേരും ഹേർട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോവാതിരിക്കുക. എന്ത് കാര്യമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിനകത്ത് വേണ്ടത് ഫസ്റ്റ് ക്ലാരിറ്റിയാണ്. പരസ്പരം നമുക്ക് സ്നേഹം ഉണ്ടാവണം. സ്നേഹം ഉണ്ടാവുമ്പോൾ നമ്മൾ പരസ്പരം കെയർ ചെയ്യണം. കെയർ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. മറ്റൊരാൾക്ക് വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭാവിയിൽ അയാൾക്കൊരു വേദന വരുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്രണ്ട്ഷിപ്പോ ഏത് ബന്ധമാണെങ്കിലും അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല.